പ്രിയപ്പെട്ട കുട്ടികളെ, ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സെക്ഷനിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കൂടുതൽ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ത്രികോണമിതി അംശബന്ധങ്ങളെ കുറിച്ചും ത്രികോണമിതിയെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞ് ഇനി അതിന്റെ പ്രായോഗിക തലത്തിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അതിന്റെ ഉപയോഗങ്ങൾ ആണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ട്രിഗണോമെട്രി എന്ന ഈ പാഠഭാഗം അല്ലെങ്കിൽ ഈ ബ്രാഞ്ച്, ഗണിതത്തിലെ ഈ ബ്രാഞ്ച് വളരെ വ്യാപ്തിയുള്ള ഒരു ഒരു ബ്രാഞ്ചാണ് മാത്സിനെ സംബന്ധിച്ചുള്ളത്. നിങ്ങൾ തുടർന്ന് +1, +2 ക്ലാസ്സുകളിലൊക്കെ ഇതിന്റെ വിശദമായിട്ടുള്ള മേഖലകളിലേക്ക് നിങ്ങൾ കടക്കും. അതിന്റെ അടിസ്ഥാനം എന്ന രീതിയിൽ ആണ് ഈ ചാപ്റ്റർ 10ാം ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, ഇതിന്റെ പ്രായോഗിക തലത്തിൽ ഇതിൽ എത്രത്തോളം ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതിന്റെ ഒരു ആദ്യ പടിയാണ് ഈ ചാപ്റ്ററിലെ അവസാന ഭാഗം. അവസാന ഭാഗം ഏതാണ്? ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ്സ്, ദൂരവും ഉയരവും. ഓക്കെ, നമുക്ക് അതിലെ ചില വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പ്രായോഗികമായിട്ടുള്ള കണക്കിലേക്ക് കടക്കാം. നിങ്ങൾ കൃത്യമായി പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമായതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്കിന് ത്രികോണമിതിയിൽ നിന്നും ഈ ഭാഗത്തു നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, ട്രിഗണോമെട്രി ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പ്രായോഗികമായ പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് വലിയൊരു മരത്തിന്റെ ഉയരം നമുക്ക് കാണണം, അല്ലെങ്കിൽ നമ്മളൊരു പുഴയുടെ കരയിലാണ്, അല്ലെങ്കിൽ ഒരു തോടിന്റെ കരയിലാണ്. ആ തോടിന്റെ അപ്പുറത്തുമുള്ള വലിയൊരു മരത്തിന്റെ ഉയരം കാണണം, അല്ലെങ്കിൽ ഒരു പോസ്റ്റിന്റെ ഉയരം കാണണം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു കടൽക്കരയിലാണ്, അവിടെ നിന്ന് നോക്കിയിട്ട് താഴോട്ട് നോക്കിയിട്ട്, കടൽക്കരയിൽ നമ്മൾ ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിലാണെന്ന് കരുതും. അതിന് താഴോട്ട് നോക്കിയിട്ട് അവിടെ നങ്കൂരമിട്ടിരിക്കുന്ന ആ കപ്പൽ കരയിൽ നിന്ന് ഈ ലൈറ്റ് ഹൗസിന്റെ ചോട്ടിൽ നിന്ന് എത്ര ദൂരത്തിലാണ്? ഇത്തരത്തിലുള്ള നിരവധി പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് അളന്ന് തിട്ടപ്പെടുത്തി കാണാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ച ത്രികോണമിതി അംശബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഈ ട്രിഗണോമെട്രിയിലെ റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ കണ്ടെത്തും, അതിന്റെ സഹായത്തോടു കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ നമ്മൾ കണ്ടെത്തുമെന്നാണ് ഇനി നമ്മൾ ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കൂ, നമ്മൾ തറയിൽ നിൽക്കുക, നമ്മൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, നമ്മൾ ഈ നേരെ നോക്കിക്കഴിഞ്ഞാൽ നേരെ നോട്ടം എന്നാണ് പറയുക. അതായത് സ്ട്രൈറ്റ് വ്യൂ, നേരെ നോട്ടം. ഈ നേരെ നോട്ടം നമ്മുടെ ഗ്രൗണ്ടിന് സമാന്തരമായിരിക്കില്ലേ, പാരലായിരിക്കില്ലേ? ശരിയല്ലേ? അതെ. നമ്മളെക്കാളും ഉയരത്തിലുള്ള ഒരു മരത്തെയോ ഒരു പോസ്റ്റിനെയോ നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉയർത്തി നോക്കണം, വേണ്ടേ? ഇതിന് റൈസ്ഡ് വ്യൂ അഥവാ ഉയർത്തി നോട്ടം എന്നാണ് പറയുക. നോക്കൂ, നമ്മൾ തറയ്ക്ക് സമാന്തരമായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് വ്യൂ ഉണ്ട്, നേരെ നോട്ടം. ആ നേരെ നോട്ടത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? നമ്മളെക്കാളും ഹൈറ്റുള്ള ഒരു മരത്തിനെ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തല ഒന്ന് പൊന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? മുകളിലേക്ക് നമ്മൾ നോക്കണം, അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കണം. താഴെയുള്ള ഇപ്പോൾ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറി നമ്മൾ നിൽക്കുകയാണ്. താഴെയുള്ള ആ കപ്പലിനെ നമ്മൾ നോക്കണം. നമ്മൾ എങ്ങോട്ട് നോക്കണം? നമ്മൾ താഴോട്ട് നോക്കണം, അല്ലേ? സ്ട്രൈറ്റ് വ്യൂ അവിടെ ഉണ്ട്, നേരെ നോട്ടം അവിടെ ഉണ്ട്. അപ്പോൾ താഴ്ത്തി നോട്ടം എന്ന് പറയും. താഴ്ത്തി നോട്ടം, താഴോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലോവേർഡ് വ്യൂ, താഴോട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. അപ്പോൾ കപ്പലിനെ കാണാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റ് വളരെ ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. ട്രിഗണോമെട്രി ട്രയാങ്കിൾസിന്റെ ആംഗിൾസിന്റെ പ്രത്യേകതകളും സൈഡ്സിന്റെ പ്രത്യേകതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓർമ്മയല്ലേ? നമ്മൾ ഇവിടെ ഈ കരയിൽ നിന്നുകൊണ്ട്
ഒരു സാങ്കല്പിക ഒരു ട്രയാങ്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് സാങ്കല്പിക ത്രികോണം. അപ്പോൾ നമ്മൾ കരയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു സാങ്കല്പിക ത്രികോണം നമ്മൾ നിർമ്മിക്കുകയാണ്. ഓക്കെ, സാങ്കല്പിക ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണ് ഇത്തരം പ്രായോഗിക പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുക. ഇതിൽ നിന്ന് സ്ട്രെയിറ്റ് വ്യൂവും അതുപോലെ തന്നെ റൈസ്ഡ് വ്യൂവും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ, മേൽക്കോൺ എന്ന് പറയും. നേരെ നോട്ടവും ഉയർത്തി നോട്ടവും തമ്മിലുണ്ടാക്കുന്ന ആ ആംഗിളിനെ പറയുന്ന പേരാണ് മേൽക്കോൺ. അതുപോലെ തന്നെ നേരെ നോട്ടവും താഴ്ത്തി നോട്ടവും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് കീഴ്ക്കോൺ. അതായത് സ്ട്രെയിറ്റ് വ്യൂവും ലോവേഡ് വ്യൂവും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിങ്ങൾ നിരവധി ട്രിഗണോമെട്രിക് റേഷ്യോസിനെ കുറിച്ച് പഠിച്ചു, ട്രയാങ്കിളിന്റെ പ്രത്യേകതകളുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ആംഗിൾസിന്റെയും വശത്തിന്റെയും സൈഡ്സിന്റെയും ഒക്കെ പ്രത്യേകതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ട്രിഗണോമെട്രിക് റേഷ്യോസ് സൈൻ കോസ് ടാൻ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. ഇത്തരം ട്രിഗണോമെട്രിക് റേഷ്യോസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രായോഗികമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു സെഷനിൽ മേൽക്കോൺ, കീഴ്ക്കോൺ, ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഈ ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും നമ്മൾ ഇവിടെ നിന്നിട്ട് ഈ തറയിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെ കാണും? അതിന് നമ്മൾ സഹായിക്കുന്ന ഉപകരണമാണ് ക്ലൈനോമീറ്റർ. എന്താണത്? ക്ലൈനോമീറ്റർ. അപ്പൊ ക്ലൈനോമീറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ പണ്ടൊക്കെ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് കൊടുത്തിരുന്നു. ക്ലൈനോമീറ്റർ എങ്ങനെ ഉണ്ടാക്കാം? അപ്പൊ ക്ലൈനോമീറ്റർ എന്താണ്? നിങ്ങൾ പ്രൊട്രാക്ടർ കണ്ടല്ലേ? പ്രൊട്രാക്ടർ അല്ലെ, ഒരു പൈപ്പില് പ്രൊട്രാക്ടർ ഇവിടെ ഫിറ്റ് ചെയ്തുകൊണ്ട് അല്ലെ, ഒരു വെയിറ്റ് സെന്ററിൽ സീറോയില് ഒരു വെയിറ്റ് തൂക്കിക്കൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് വ്യൂവിൽ പിടിച്ചുകൊണ്ട് എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, കൃത്യമായിട്ട് ആംഗിൾ നമുക്ക് കിട്ടും എത്രയാണെന്ന്. ഓക്കെ, ഈ രീതിയിലാണ് ഈ പ്രായോഗികമായ പ്രശ്നങ്ങൾ നമ്മൾ നിർദ്ധാരണം ചെയ്യുക. അപ്പോൾ കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആൻഡ് ആംഗിൾ ഓഫ് എലിവേഷൻ, സ്ട്രെയിറ്റ് വ്യൂ, ലോവേഡ് വ്യൂ, റൈസ്ഡ് വ്യൂ. ഈ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ കൃത്യമായി നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ചില പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് ചെയ്യുമ്പോൾ കൂടുതൽ ഇതിന് വ്യക്തത വരും. ഓക്കെ, നമുക്ക് ആദ്യത്തെ പ്രശ്നത്തിലേക്ക് കടക്കാം, ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ മാൻ standing 10 meter away from the foot of a tree, see its top at an elevation of 40 degree. Its height is 1.7 meter. What is the length of the tree? ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ട്. ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് 10 മീറ്റർ അകലെയുള്ള, എത്രയാണ്? 10 മീറ്റർ അകലെയുള്ള ഒരു ട്രീ, ഒരു മരത്തിന്റെ മുകളറ്റം 40 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. എത്രയാണ്? 40 ഡിഗ്രി. ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ് അവിടെ? 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ മരത്തിന്റെ ഹൈറ്റ്, ദാറ്റ് മീൻസ് TR ആണ് നമുക്ക് കാണേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു റഫ് ഫിഗർ നിങ്ങൾ വരയ്ക്കണം. നിർബന്ധമായിട്ടും റഫ് ഫിഗർ വരയ്ക്കണം. ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് അതിന്റെ റഫ് ഫിഗർ വരയ്ക്കലാണ് ഇതിന്റെ ആദ്യ പടി. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ, ഒരു കുട്ടി വരയ്ക്കുമ്പോൾ ഒരു വര വരച്ചാൽ മതി. കേട്ടോ, മാഷ് ഒരു വര വരച്ചിട്ടുള്ളൂ. മരത്തെയും വരയ്ക്കുമ്പോൾ ഒരു വര വരച്ചാൽ മതി. അത് മരമാണ്, മറ്റത് കുട്ടിയാണെന്ന് നമ്മൾ സങ്കല്പിക്കും. അല്ലാതെ ഒരു കുട്ടിയെയും ചിത്രം വരയ്ക്കുന്ന ആവശ്യമില്ല, ഒരു വലിയ മരം വരയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ ചിത്രത്തിന്റെ ഭംഗി പോകും. നമുക്ക് കൃത്യമായിട്ടുള്ള ആ ത്രികോണം, ആ ട്രയാങ്കിൾ നമുക്ക് കാണാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വര, മരം ട്രീ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു വര വരച്ചാൽ മാത്രം മതി. ഓക്കെ, ടവർ ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും ഒക്കെ എന്താണ് ഒരൊറ്റ വര വരച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കുന്നത് ശ്രദ്ധിക്കൂ. ആദ്യം ഒരു കുട്ടി ഈ തറയിൽ നിൽക്കുന്നുണ്ട്, ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ട്.
ഇദ്ദേഹത്തിന്റെ ഹൈറ്റ് വന്നിട്ടുണ്ട് 1.7 മീറ്റർ അല്ലെ, 1.7 മീറ്റർ ആണ്. അപ്പോൾ ഈ തലയ്ക്ക് സമാന്തരമായിട്ടായിരിക്കും ഇതെന്താണത്, എന്താണ് സ്ട്രെയിറ്റ് വ്യൂ അല്ലെ. ഒരു കുട്ടി നോക്കുമ്പോൾ സ്ട്രെയിറ്റ് വ്യൂ ആണ് ഈ വരച്ചിരിക്കുന്ന ML അല്ലെ. ഈ ML എന്ന് പറഞ്ഞാൽ ഈ NRന് ഈ തുല്യമായിരിക്കില്ല. ഈ 10 മീറ്റർ ആണെങ്കിൽ ഇതെന്തായിരിക്കും, 10 മീറ്റർ ആയിരിക്കും. നമുക്കല്ല സമാന്തരമാണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ML എന്തായിരിക്കും, 10 മീറ്റർ ആയിരിക്കും അല്ലെ. ഇവിടെ നിൽക്കുന്ന കുട്ടി മരത്തിന്റെ മുകളറ്റം എന്ത് ചെയ്യണം, നോക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം, മുകളിലേക്ക് നോക്കും, എന്ത് ചെയ്യണം, റൈസ്ഡ് വ്യൂ അല്ലെ, റൈസ്ഡ് വ്യൂ. അപ്പോൾ തല ഉയർത്തി കണ്ണുയർത്തി നോക്കി മുകളിൽ കണ്ടു. അപ്പോൾ ഈ സ്ട്രെയിറ്റ് വ്യൂവും അതുപോലെ തന്നെ റൈസ്ഡ് വ്യൂവും, അതായത് നേരെ നോട്ടവും ഉയർത്തി നോട്ടവും തമ്മിലുള്ള ആംഗിൾ, അതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ, മേൽക്കോൺ അല്ലെ. അത് എത്രയാണത്, 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ മരത്തിന്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അതായത് ഇവിടെ TR ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് പടി, ആദ്യ പടി എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഡാറ്റകൾ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഒരു ഫിഗർ നിങ്ങൾ വരയ്ക്കുകയും ചെയ്യുക. ഫിഗറിന് MN LR T എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ABCDയോ ഏത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൂചിപ്പിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉള്ള ത്രികോണം നമുക്ക് കാണേണ്ടത് ആരാണ്, TR ആണ് കാണേണ്ടത് അല്ലെ. TR ആണ് കാണുന്നത്. ഇവിടെ നമ്മളൊരു സാങ്കല്പിക ത്രികോണം നിർബന്ധിച്ച് എന്തുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ, ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണത്, TML. TML അല്ലെ. ഈ TML ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കാണണം, ഈ TL കാണണം. ഇതാണ് അതിന്റെ സ്റ്റെപ്പ്. TL കാണണം. TML എന്നുള്ള ഈ ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് TL കാണണം. LR എത്രയാണ്, 1.7 മീറ്റർ ആണ് അദ്ദേഹത്തിന്റെ ഉയരം. അതുകൊണ്ട് ഇവിടെ 1.7 ആയിരിക്കും എന്ന്. മരത്തിന്റെ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TL-ഉം LR-ഉം കൂടി ആഡ് ചെയ്തതാണ് ആണല്ലോ. അപ്പൊ നമുക്ക് TL കാണണം. TL കാണണമെങ്കിൽ നമുക്കറിയാമല്ലോ, നോക്കൂ, MLT എന്നുള്ള ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പരിഗണിക്കുക അല്ലെ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പരിഗണിക്കുക. ഇതില് TL ആണ് നമുക്ക് കാണേണ്ടത്. തന്നിരിക്കുന്ന കാര്യം ML ആണ്, 10 മീറ്റർ. നോക്കൂ, ഈ 10 മീറ്ററും ഈ TL-ഉം കൂടിയും വരുന്ന, ML-ഉം TL-ഉം കൂടിയും വരുന്ന ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ, ത്രികോണമിതി അംശബന്ധം ഏതാണ്? അതായത് തന്നിരിക്കുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡാണ്, എതിർവശമാണ് TL, അതിന്റെ സമീപവശമാണ് ML. എതിർവശം, ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും സമീപവശവും കൂടി വരുന്ന ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ, ത്രികോണമിതി അംശബന്ധം നിങ്ങൾക്ക് അറിയാം. ഏതാണ്? വെരി ഗുഡ്. ഏതാണ്? tan. അപ്പോൾ നമ്മൾ tan 40 equal to opposite side TL divided by adjacent side LM. എത്രയാണത്? 10 മീറ്റർ ആണ്. 10. Therefore TL equal to 10 into tan 40. ക്ലിയർ ആണല്ലോ. ഡിവിഷൻ ഈക്വൽ സൈഡിന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഓക്കെ. TL equal to 10 into tan 40. tan 40യുടെ വാല്യൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പരീക്ഷയ്ക്ക് തരും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്ററിന്റെ അവസാനം ഒരു കൃത്യമായിട്ടുള്ള വലിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സൈൻ വാല്യൂ, കോസ് വാല്യൂ, ടാൻ വാല്യൂ ഒക്കെ ഉണ്ട് അല്ലെ. അത് നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് ടാന്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. ചില വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിക്കണം. 0, സൈൻ 0, കോസ് 0, ടാൻ 0, 30, സൈൻ കോസ് ടാൻ 30, അതുപോലെ തന്നെ 45, 60, 90. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് അതിന്റെ വാല്യൂസ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചു എന്ന് വരില്ല. പക്ഷെ ബാക്കി എല്ലാ ഇത്തരത്തിലുള്ള 40, 50 മറ്റുള്ള ഏത് ആംഗിളിന്റെയും വാല്യൂസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് നോക്കിയിട്ട് എഴുതുക. അപ്പോൾ tan 40 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 0.8391. 0.8391. എന്താണ്? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈസി അല്ലേ? ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ടാൽ മതി അല്ലെ, ഒരു പ്ലേസ് മാറ്റിയിട്ട് കുത്തുക. അപ്പോൾ 8.391 മീറ്റർ.
അപ്പോൾ TL കിട്ടി. TL കിട്ടി. ഇതാണ് 8.391 മീറ്റർ. 8.391 മീറ്റർ അല്ലേ? അപ്പോൾ മരത്തിന്റെ ഉയരമായോ? ഹൈറ്റ് 3 ആയോ? ഇല്ല. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? എല്ലാവരും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്താൽ മാത്രമേ മരത്തിന്റെ ഉയരം പൂർണ്ണമാകൂ. അപ്പോൾ TR ആണ് നമ്മുടെ മരം. അപ്പോൾ TLനോട് കൂടി LR കൂടി ആഡ് ചെയ്യണം. അതായത് 8.391 പ്ലസ് 1.7 അല്ലേ ഇയാളെ ഹൈറ്റ് അല്ലേ? 1.7. അപ്പോൾ 10.091 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 10.091 മീറ്റർ ആണ് ആ മരത്തിന്റെ ഉയരം. കണ്ടോ? ഇത്തരത്തിൽ നമുക്ക് മരത്തിന്റെ ഉയരം കാണാൻ പറ്റി അല്ലേ? ഈ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു വലിയ മരത്തിന്റെ ഉയരം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റി അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രായോഗികമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ: A man 1.8 meter tall stands on top of a lighthouse 25 meter high and sees a ship at sea at a depression of 35 degree. How far is it from the foot of the lighthouse? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫിഗർ വരയ്ക്കണം, റഫ് ഫിഗർ അല്ലേ? നോക്കൂ, ഈ ഫിഗറിൽ LH ആണ് ലൈറ്റ് ഹൗസ്. LH അതിന്റെ മുകളിൽ കയറി ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഹൈറ്റ് ആണ് 1.8. LHന്റെ ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റ് ആണ് 25 മീറ്റർ. അതിന്റെ മുകളിൽ കയറി നിന്ന് കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഒരു കപ്പൽ, ഷിപ്പിനെ അദ്ദേഹം നോക്കുകയാണ്. അപ്പൊ എങ്ങനെ നോക്കണം? താഴോട്ട് നോക്കണം അല്ലെ? ആംഗിൾ ഓഫ് ഡിപ്രഷൻ താഴോട്ട് നോക്കും. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് ഹൗസിന്റെ ചുവട്ടിൽ നിന്നും ആ ഷിപ്പിലേക്കുള്ള ദൂരം എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഏതാണ്? MSH. കണ്ടോ? എത്രയാണ്? 35 ഡിഗ്രി. എത്രയാണ്? 35 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ട് സമാന്തര രേഖകളല്ലേ? പാരലൽ അല്ലേ? ഗ്രൗണ്ടും നമ്മുടെ സ്ട്രൈറ്റ് വ്യൂ എന്താണ്? നേരെ നാട്ടവും ഗ്രൗണ്ട് എന്തായിരിക്കും? പാരലൽ ലൈൻസ് ആയിരിക്കും. അപ്പോൾ രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സ് ബൈസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആൾട്ടർനേറ്റ് ആംഗിൾ അല്ലേ ഇത്? അപ്പോൾ ഇത് 35 ആണെങ്കിൽ എന്തായിരിക്കും? 35 ഡിഗ്രി ആയിരിക്കില്ലേ? 35 ഡിഗ്രി ആയിരിക്കില്ലേ? ആയിരിക്കും. അപ്പോൾ ഈ 35യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ആരെ? MH. അതുപോലെ തന്നെ അഡ്ജസന്റ് സൈഡ് ആരാണ്? HS അല്ലെ? HS. അപ്പോൾ നമ്മൾ ഒന്ന് tan 35 ഒന്ന് എഴുതി നോക്കുക. tan 35 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? MH ഡിവൈഡഡ് ബൈ HS. നമുക്ക് HS അല്ലേ കാണേണ്ടത് അല്ലെ? HS കാണുമ്പോൾ നമ്മൾ എന്ത് വരും? HS ഈക്വൽ ടു MH ഡിവൈഡഡ് ബൈ tan 35. അപ്പോൾ tan 35 വാല്യൂ ഇവിടെ കൊടുത്ത് ഇത് ഡിവൈഡ് ചെയ്യണം. വേണ്ടേ? ഡിവിഷൻ ബുദ്ധിമുട്ടല്ലേ? ഇങ്ങനെ ഡിവിഷൻ ബുദ്ധിമുട്ടല്ലേ? അല്ലേ? അപ്പൊ ഡിവിഷൻ ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് നമ്മൾ അത് മൾട്ടിപ്ലിക്കേഷൻ എന്നാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കാൽക്കുലേഷൻ എളുപ്പമാവുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ചെറിയൊരു ഐഡിയ ചെയ്യും. എന്താണ്? ഇത് 90 ആണ്, ഇത് 35 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 55 ആയിരിക്കില്ലേ? ഇത് 300 കൂട്ടിയാൽ 180 ഇടണ്ടേ? അപ്പോൾ 35 55 അല്ലെ? 55. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെറിയൊരു മാറ്റം വരുത്താൻ പോവാണ്. ശ്രദ്ധിക്കൂ, എന്താണ് മാറ്റം? tan 55 ഈക്വൽ ടു, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ആരായി മാറി? HS ഡിവൈഡഡ് ബൈ MH. അപ്പോൾ HS എത്രയായിരിക്കും? MH ഇൻറ്റു tan 55. കണ്ടോ? ഇവിടെ അത് മൾട്ടിപ്ലിക്കേഷൻ ആയി മാറി. കാര്യം മനസ്സിലായല്ലോ? എന്തുകൊണ്ട് 35 എടുക്കാതെ ആ 35ന്റെ മറ്റേ ആംഗിൾ ആയ 55 എടുത്തു എന്ന് മനസ്സിലായല്ലോ? മൾട്ടിപ്ലിക്കേഷൻ വരുത്തുന്നതിന് വേണ്ടി ഡിവിഷൻ കുറച്ച് കാൽക്കുലേഷനിൽ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള ചില ഐഡിയ നിങ്ങൾ പ്രയോഗിക്കണം. ഓക്കെ,
അപ്പോൾ tan 55 എം എച്ച് എത്രയാണ് എം എച്ച് എത്രയാണ് LM പ്ലസ് ആളുടെ ഉയരം പ്ലസ് ലൈറ്റ് ഹൗസിന്റെ ഉയരം LH 1.8 പ്ലസ് 25 that means 26.8 meter ആണ് എന്ത് MH. Therefore HS equal to MH 26.8 into 1. Tan 55 ന്റെ വാല്യൂ 1.4281 approximately ഇങ്ങനെ എഴുതാം ഈക്വൽ എന്ന് എഴുതുക 38.27 മീറ്റർ 38.27 മീറ്റർ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 38.27 മീറ്റർ ആയിരിക്കും എന്ത് ലൈറ്റ് ഹൗസിന്റെ ചോട്ടിൽ നിന്നും ആ ഷിപ്പിലേക്കുള്ള ദൂരം. ക്ലിയർ ആണല്ലോ? ഇത്തരത്തിലുള്ള നിരവധി പ്രായോഗിക പ്രശ്നങ്ങൾ നിങ്ങൾ പഠിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ വെച്ച് ചെയ്തു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ വെച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത ആ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ മനസ്സിൽ വേണം. കാരണം കാൽക്കുലേഷൻ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ 35 എന്നുള്ളത് ഇപ്പുറത്തുള്ള ആംഗിൾ എടുത്ത് 55 ആക്കി ഇതിനെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് ആക്കിക്കൊണ്ട് നമ്മൾ ഡിവിഷൻ എന്നുള്ളത് മാറ്റി മൾട്ടിപ്ലിക്കേഷനിലേക്ക് അത് മാറ്റപ്പെട്ടു അല്ലെ. ഈ കാര്യം കൂട്ടുകാർ കൃത്യം ഓർമ്മിക്കുക. പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു പ്രായോഗികമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. എ ബോയ് സ്റ്റാൻഡിംഗ് അറ്റ് ദ എഡ്ജ് ഓഫ് എ കനാൽ sees the top of a tree at an elevation of 70 degree. Stepping 10 meter back, he sees at an elevation of 25 degree. The boy is 1.5 meter tall. How wide is the canal and how tall is the tree? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഫിഗറിലേക്ക് നോക്കുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള റഫ് ഫിഗർ വരയ്ക്കണം. ഈ റഫ് ഫിഗറിൽ ഈ ബോയ് ഇവിടെ നിൽക്കുകയാണ്. നോക്കൂ, ഇവിടെ നിൽക്കുകയാണ് ബോയ്. ഈ BY ആണ് ബോയ്. ഈ BY എന്നുള്ള ബോയ് കനാലിന് അപ്പുറമുള്ള ഒരു ട്രീ. ഈ YR ആണ് കനാൽ. ഈ കനാലിന് അപ്പുറമുള്ള ഒരു മരത്തിന്റെ മുകളറ്റം 70 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ മേൽക്കോണിൽ കാണുന്നു. ആ കുട്ടി തിരിച്ച് 10 മീറ്റർ ബാക്കോട്ട് നടന്നിട്ട് 10 മീറ്റർ ബാക്കോട്ട് നടന്ന് എവിടെത്തി, ഈ പീലെത്തി. അവിടെ നിന്ന് വീണ്ടും മരത്തിന്റെ മുകൾ ഭാഗം 25 ഡിഗ്രി മേൽക്കോണിൽ കാണും. 20 ഡിഗ്രി മേൽക്കോണിൽ കാണും. ഫിഗർ കൃത്യമാണല്ലോ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കനാൽ, ഒരു കുട്ടി, ഒരു മരം. ഈ കനാലിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് ഈ കുട്ടി 70 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ആ കുട്ടി പിറകോട്ട് 10 മീറ്റർ നടന്ന് അവിടെ നിന്ന് ആ കുട്ടി വീണ്ടും ആ മരത്തിന്റെ മുകളിലേക്ക് നോക്കുന്നു. എത്രയാണ്? 25 ഡിഗ്രി, 25 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അപ്പോൾ ആദ്യം ആ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഒരു ചിത്രം റഫ് ഫിഗർ വരയ്ക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഇനി നമുക്ക് വരച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് കാണേണ്ടതുണ്ട്, എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വെക്കണം. ഒന്ന്, കനാലിന്റെ വിടുത്താണ്. എത്രയാണ്? YR ആണ് കാണുന്നത്. ദാറ്റ് മീൻസ് BL തന്നെയാണ്, BL ആണ് കാണേണ്ടത്. BL കാണണം. ലെറ്റ് ഇറ്റ് ബി X എന്ന് നമ്മൾ സങ്കല്പിക്കാം. പിന്നെ നമ്മൾ കാണേണ്ടത് മരത്തിന്റെ ഹൈറ്റ് ആണ്. മരത്തിന്റെ ഹൈറ്റ് ആണ്. എന്താണത്? TR ആണ് മരത്തിന്റെ ഹൈറ്റ്. എന്താണ്? TR ആണ്. അപ്പോൾ TR ആണ് കാണേണ്ടത്. TR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TL പ്ലസ് LR. LR എന്ന് പറഞ്ഞാൽ എത്രയാണ്? കുട്ടിയുടെ ഹൈറ്റ് എത്രയാണ്? 1.5 മീറ്റർ അല്ലേ? 1.5 മീറ്റർ. അപ്പോൾ 1.5. അപ്പോൾ TR ആണ് നമുക്ക് കാണുന്നത്. ഇതിൽ നിന്ന് TL ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. TL കണ്ടുപിടിച്ചാൽ അതിനോട് കൂടി 1.5 കൂട്ടിയാൽ എന്തായി? TR ആയി. അപ്പോൾ TL നെ നമ്മൾ Y എന്നും സൂചിപ്പിച്ചു. എന്താണ് TL? എന്താണ്? ഈക്വൽ ടു Y. TL ഈക്വൽ ടു Y. അപ്പോൾ ഇത് X ഉം ഇത് Y. ഇവിടെ നേരത്തെ ക്വസ്റ്റ്യൻസിൽ നിന്നും വ്യത്യസ്തമായിട്ട് 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടാകുന്നുണ്ട് ഇല്ലേ? ഏതെല്ലാമാണത്? LBT. നോക്കൂ, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉപയോഗിച്ചുകൊണ്ട് tan 70 ഈക്വൽ ടു tan 70 ഓപ്പോസിറ്റ് സൈഡ് ആണ് Y ഡിവൈഡഡ് ബൈ adjacent side X. That implies Y equal to X tan 70. അത് അവിടെ നിൽക്കട്ടെ, ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട്
ആണെന്ന് വെക്കാം. y ഈക്വൽ ടു എക്സ് ടാൻ 70 അല്ലെ. ഈ ടാൻ 70യുടെ വാല്യൂ നമുക്ക് കൊടുത്തിട്ട് എഴുതാം. എക്സ് ഇൻറ്റു ടാൻ 70 ഈക്വൽ ടു 2.7475. 2.7475. That's equal to 2.7475x. ഇതാണെന്ന് കേട്ടെ 2.74. ഓക്കെ. ഇനി വലിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കൂ. TNL. ഇതേപോലെ നമ്മൾ എന്ത് tan 25. tan 25 equal to opposite side TL, that means y, divided by adjacent side LN. എത്രയാണ് LN? LN എത്രയാണ്? ഈ എക്സിനോട് കൂടി 10 മീറ്റർ ആ കുട്ടി പിറകോട്ട് നടന്നു എന്നാണ്. അതായത് 10 കൂട്ടി കഴിഞ്ഞാൽ x plus 10. y by x plus 10. That's equal to y equal to x plus 10 into tan 25. x plus 10 into tan 25. അപ്പോൾ എത്രയാണ് tan 25 ന്റെ വാല്യൂ? 0.4663. x plus 10 into 0.4663. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ഇക്വേഷൻ ആയിട്ട് കിടക്കട്ടെ. ഇത് ഒന്നാമത്തെ ഇക്വേഷനും ഇത് രണ്ടാമത്തെ ഇക്വേഷനും. നോക്കൂ, ഇവിടെ y ഈക്വൽ ടു 2.7475x. ഇവിടെയും y ഈക്വൽ ടു x plus 10 into 0.4663. അപ്പോൾ LHS ഈക്വൽ ആണെങ്കിൽ RHS ഈക്വൽ ആവില്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ഈക്വൽ ആക്കാം. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, 2.7475x ഈക്വൽ ടു 0.4663x പ്ലസ് 4.663. എത്രയാ 4.63 ആണ് വന്നത്? ഈ 10 കൊണ്ട് മൾട്ടിപ്ലൈ നോക്കൂ. x into 0.4663. 0.4663x. 10 into 0.4663. 4.663. ഓക്കെ. ഇനി ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ്. 2.7475x minus 0.4663x equal to 4.663. ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകും. ഓക്കെ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും? x equal to 4.663 divided by ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് x approximately 2.2812. 2.2812 approximately അതായിരിക്കും. ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ approximately 4.663 divided by 2.2812 ചെയ്താൽ 2.044 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ x ന്റെ വാല്യൂ എത്ര കിട്ടി? 2.044. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം ഈ ക്രിയകളൊക്കെ. കാരണം ഇവിടെ ഒരു മൈനസ് വരുന്നുണ്ട്. ആ മൈനസ് ചെയ്യുക. ഇവിടെ ഡിവിഷൻ വരുന്നുണ്ട്. ഈ ഡിവിഷൻ ഒഴിവാക്കാൻ മറ്റ് മാർഗങ്ങളില്ല. നേരത്തെ നമുക്ക് ഡിവിഷൻ ഒഴിവാക്കിയിരുന്നു. ഇവിടെ ഡിവിഷൻ ഇത്ര മാർഗങ്ങളെ ഉള്ളൂ. അപ്പോൾ ഈ ഡിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഡെസിമൽ പ്ലേസ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവിഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ 2.044 എന്ന് കിട്ടും. അപ്പോൾ x കിട്ടി. x എന്താണ്? കനാലിന്റെ വീതി. ഓക്കെ. ഇനി നമുക്ക് എന്ത് കാണണം? ഹൈറ്റ് ഓഫ് ദ ട്രീ. അപ്പൊ ഇതാ മതി. y ഈക്വൽ ടു 2.7475 into x. നമുക്കറിയാം y എന്താണ്? TL ആണ്. അപ്പോൾ y കാണണമെങ്കിൽ 2.7475 into x നമ്മൾ കിട്ടിയോ? എത്രയാണത്? 2.044 equal to y equal to 5.616 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഈ കിട്ടിയ x ന്റെ വാല്യൂ ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ x ന്റെ വാല്യൂ 2.044 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 5.616 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മള് y കിട്ടി. ഇനി എന്ത് ചെയ്യണം? TR കാണും. TR ആണ് നമ്മുടെ മരത്തിന്റെ ഹൈറ്റ്. അപ്പോൾ 5.616നെ 5.62 രണ്ട് ഡെസിമൽ പ്ലേസിലേക്ക് ഞാൻ 6 ആണ് ഇവിടെ 2 കൊടുത്തൂടെ അല്ലെ? കുറച്ചും കൂടി സൗകര്യത്തിന് വേണ്ടി അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. 5.62 പ്ലസ് ഇയാളുടെ ഹൈറ്റ് എത്രയാണ്? 1.5. 5.62 പ്ലസ്
1.5 ചെയ്താൽ 7.12 മീറ്റർ എന്ന് കിട്ടും. 7.12 മീറ്റർ. അപ്പോൾ 7.12 എന്ന് മീറ്റർ എന്ന് നമ്മൾ ആ മരത്തിന്റെ ഹൈറ്റ് കിട്ടും. വളരെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. കാരണം ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ട്, ചില ഓപ്പറേഷൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് 1ഉം 2ഉം ആവൃത്തി കാണുക, വീണ്ടും വീണ്ടും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയില്ലെങ്കിൽ കിട്ടില്ല. കാരണം ഇവിടെ ഓപ്പറേഷൻസ് കുറിച്ച് കൂടുതലാണ്, ഡിവിഷൻ വരുന്നുണ്ട്. ഇവിടെ ദശാംശ സംഖ്യകളുടെ ഓപ്പറേഷൻസ് കുറിച്ച് കൂടുതലാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധാപൂർവം ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ. അവസാനത്തെ പേജില്, ടെക്സ്റ്റ് ബുക്കിൽ അവസാനത്തെ പേജിൽ 6ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. 6ഓളം ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പൊ ഇവിടെ ചെയ്യാം. 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ബാക്കിയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ചെയ്യുക. നിങ്ങളുടെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ എടുക്കുന്ന ഗണിതാധ്യാപകരോട് ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ വിക്ടേഴ്സ് ചാനലിലെ കഴിഞ്ഞ അവസാനത്തെ 3 ക്ലാസ്സുകൾ പിന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതെല്ലാം വളരെ കൃത്യമായി കാണുക. വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കണ്ട് അത് മനസ്സിലാക്കുക. ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഈ ഭാഗം ക്ലിയർ ആവും. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ ഗണിതാധ്യാപകരോട് ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. When the sun is at an elevation of 35 degree, the shadow of a tree is 10 meter. What would be the length of the shadow of the same tree when the sun is at an elevation of 25 degree? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു മരം ഇവിടെ ഉണ്ട്, CB. അതിന്റെ നേരാണ് ഈ AB എന്ന് പറയുന്നത്. അതാണ് 35 ഡിഗ്രി ആവുമ്പോൾ അതെന്തായിരിക്കും? 10 മീറ്റർ ആയിരിക്കും. അപ്പോൾ 10 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് what would be the length of the shadow of the same tree when the sun is at an elevation of 25 degree? ഈ എലിവേഷൻ 25 ഡിഗ്രി ആണെങ്കിൽ, 35 ആകുമ്പോൾ 10 ആണ്, 25 ഡിഗ്രി ആണെങ്കിൽ എത്രയായിരിക്കും ഇതിന്റെ ഷാഡോ? 35 ഡിഗ്രി ആകുമ്പോൾ 10 അല്ലേ? അപ്പൊ 25 ഡിഗ്രി ആകുമ്പോൾ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിനായി ഈ സെയിം ട്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനായി ആദ്യം ഈ മരത്തിന്റെ ഉയരം നോക്കാം. എന്തുപയോഗിച്ച് കാണും? ഇതുപയോഗിച്ച് കാണും. എന്താണ്? ഈ 35യുടെ ഓപ്പോസിറ്റ് സൈഡാണ്, അതിന്റെ അഡ്ജസന്റ് സൈഡാണ് 10. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എങ്ങനെയായിരിക്കും? tan 35 equal to opposite side CB or BC divided by 10. That implies BC equal to 10 into tan 35. 10 into tan 35 equal to 0.7002. 0.7002. That approximately equal to 7.002. That approximately equal to 7 എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ മരത്തിന്റെ ഉയരം 7 സെന്റിമീറ്റർ, 7 മീറ്റർ എന്ന് കിട്ടി നമുക്ക്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ 25 ആണെങ്കിൽ, സൺ ഈസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 25 ഡിഗ്രി, അങ്ങനെയാണെങ്കിൽ ആ നിഴലിന്റെ ലെങ്ത് എത്രയായിരിക്കും എന്ന് ചോദിച്ചു. അതിനുവേണ്ടി നമ്മൾ ഒരു ചെറിയ റഫ് ഫിഗർ നമ്മളിവിടെ വരയ്ക്കുന്നുണ്ട്. ഇത് ആ ട്രീ ആണ്. ഈ ട്രീ സെയിം ട്രീ ആണ്. സെയിം ട്രീ എന്ന് പറയുന്നത് 7 മീറ്റർ ഉള്ള സെയിം ട്രീ ആണ് തന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ നിഴൽ ഇവിടുന്ന് ഇങ്ങനെ വരും, സൂര്യരശ്മികൾ. ഇതായിരിക്കും അതിന്റെ നിഴൽ. ഇത് 25 ഡിഗ്രി ആണ് എന്നൊക്കെ നമുക്ക് അറിയാം. എക്സ് വൈ സെറ്റ് എന്ന് പേരുള്ളൂ. നമുക്ക് കാണേണ്ടത് എന്താണ്? വൈ സെറ്റ്. വൈ സെറ്റ്. അപ്പോൾ വൈ സെറ്റ് എന്ന് കാണുമെങ്കിൽ 25 ഡിഗ്രി ആണത്. അപ്പോൾ ഇതിൽ നിന്ന് tan 25 എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് 7 by y സെറ്റ് എന്ന് വരും. അപ്പോൾ y സെറ്റ് എന്തായിരിക്കും? tan 25 എന്തായിരിക്കും? tan 25 equal to opposite side 7 by y set.
അപ്പോൾ y സെറ്റ് എന്തായിരിക്കും 7/tan25 അല്ലേ? ഇവിടെ ഡിവിഷൻ വന്നല്ലോ അല്ലേ? ഡിവിഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ഒരു മാറ്റം. 25 ഉള്ള എന്ത് ചെയ്യാം? ഇവിടെ 90 ആണല്ലോ. അപ്പൊ എന്തായിരിക്കും? 65 ആയിരിക്കില്ലേ? അപ്പോൾ ഇവിടെ tan 65 എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? y സെറ്റ് എവിടെ വന്നു? മുകളിൽ വന്നു. y സെറ്റ് ഡിവൈഡഡ് ബൈ 7 എന്ന് വന്നു അല്ലേ? അപ്പൊ കാര്യങ്ങൾ നമുക്ക് എളുപ്പമായി. y സെറ്റ് എന്തായിരിക്കും? 7 into tan 65 എന്ന് വരും. കണ്ടോ? അവിടെ ഡിവിഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ്. 25 ഈ ആംഗിൾ എടുക്കുന്ന വേറെ എന്ത് ചെയ്തു? ഈ ആംഗിൾ എടുത്തു. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? y സെറ്റ്. അതിന് അഡ്ജസ്റ്റ് സൈഡ് ആരാണ്? 7. അപ്പോൾ y സെറ്റ് ഈക്വൽ ടു 7 into tan 25. 7 into tan 65. Tan 65 2.1445. 2.1445. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15.0115 എന്ന് വരും. അപ്രോക്സിമേറ്റ്ലി 50 മീറ്റർ. അപ്പോൾ പുതിയ 25 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ലെങ്ത് എത്രയായിരിക്കും? 15 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ കാര്യം വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് ഇപ്പൊ 10 മീറ്റർ ആയിരുന്നു അല്ലേ? അപ്പൊ 25 ആകുമ്പോൾ കുറച്ചും കൂടി 5 മീറ്റർ കൂടി മാറും ഇങ്ങോട്ട്. അപ്പോൾ 15 ആവും. 25. ക്ലിയർ അല്ലേ? ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ. അടുത്ത ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ. A 1.5 meter tall boy saw the top of a building under construction at an elevation of 30 degree. The completed building was 10 meter higher and the boy saw its top at an elevation of 60 degree from the same spot. What is the height of the building? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കുട്ടി 1.5 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു കുട്ടി ഒരു ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുകൾ ഭാഗം 30 ഡിഗ്രി മേൽക്കോണിൽ ആംഗിൾ ഓഫ് എലിവേഷൻ കണ്ടു. അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് ഈ CE എന്ന് കൊടുത്തിട്ടുള്ളത്. CE എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല. CE എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ കൺസ്ട്രക്ഷൻ. പണി കഴിഞ്ഞതിന് ശേഷം അതേ സ്പോട്ടിൽ നിന്ന് ആ കുട്ടി ബിൽഡിംഗിന്റെ പണി കഴിഞ്ഞ ബിൽഡിംഗിന്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കുന്നു. 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബിൽഡിംഗിന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഈ ബിൽഡിംഗിന്റെ ഹൈറ്റ് എത്രയാണ്? ഓക്കെ. ഇതെങ്ങനെ കാണും? ഇവിടെ 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ADE എന്നുള്ള ഈ ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിളും അതുപോലെ തന്നെ ADF എന്ന് പറയുന്ന ഈ കുറച്ച് വലിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഓക്കെ. ഇതിൽ നമുക്ക് ഈ ലെങ്ത് 1.5 മീറ്റർ ആണെന്ന് നമുക്കറിയാം. ആണല്ലോ? ഈ കുട്ടിയുടെ AB ആണ് കുട്ടി അല്ലെ? അപ്പോൾ CD-യും അതേ ലെങ്ത് ലഭിക്കും. അതുപോലെ തന്നെ ഈ EF എന്ന് പറഞ്ഞ സ്ഥലം, EF അതായത് അണ്ടർ കൺസ്ട്രക്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് 10 മീറ്ററും കൂടി എന്താണ് ഉയർത്തിയിട്ടാണ് ബിൽഡിംഗ് പൂർണ്ണതയിലെത്തുന്നത്. ഓക്കെ. അപ്പോൾ EF എന്നാണ് 10 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ED മാത്രം കണ്ടാൽ മതി. LBX ED മാത്രം നമുക്ക് കണ്ടാൽ മതി. ബിൽഡിംഗിന്റെ ഉയരം കിട്ടും. ഇത് 10 ആണ്, ഇത് 1.5 ആണ്, ഒക്കെ നമുക്ക് അറിയാം. പക്ഷെ ഇത് നമുക്ക് അറിയില്ല. ED നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ED കണ്ടെത്തുന്നതിന് വേണ്ടി ഇതിന് ഞാൻ X എന്ന് ഞാൻ സങ്കല്പിച്ചിട്ടുണ്ട്. എന്താണത്? X എന്ന്. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ചിത്രം വളരെ അധികം മനസ്സിൽ നിങ്ങൾക്ക് കാണും. ആ ചിത്രം മനസ്സിൽ കാണുകയും അത് പേപ്പറിലോട്ട് വരയ്ക്കുകയും ചെയ്യുക. അതിനുശേഷം എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ആ കണ്ടുപിടിക്കേണ്ടതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാം, ഏതെല്ലാം ട്രയാംഗിൾസ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, ഏതെല്ലാം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് ആണ് ഉണ്ടായിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തണം. ഒന്ന് അനലൈസ് ചെയ്തതിനു ശേഷം നമ്മൾക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വ്യക്തമായി കിട്ടും.
ഇനി നമുക്കറിയാം ഇവിടെ എക്സ് മാത്രം കിട്ടിയത് നമുക്ക് അല്ലെ. ആ എക്സ് കിട്ടുന്നതിന് വേണ്ടി നോക്കൂ, ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ഡി ട്രയാംഗിൾ എ ഡി കൺസിഡർ ചെയ്തു. ഓക്കെ, എ ഡി tan 30 ഈക്വൽ ടു എന്താവും? tan 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് അത് എക്സ് ആണ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്താണ്? എ ഡി. tan 30 ഓപ്പോസിറ്റ് സൈഡ് എക്സ്, അഡ്ജസന്റ് സൈഡ് എ ഡി. ഇതിൽ നിന്ന് നമുക്ക് എ ഡി എത്രയാണ്? എ ഡി ഈക്വൽ ടു എക്സ് ബൈ tan 30. എക്സ് ബൈ tan എത്രയാ? tan 30 നമ്മൾ കാണാതെ പഠിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എത്ര tan 30? tan 30 എന്ന് പറഞ്ഞാൽ 30 90 60 കണ്ടോ? tan 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. 1/√3 ആണ്. അത് അതിന്റെ റെസിപ്രോക്കൽ √3/1 that's equal to √3x. √3x ആണ്. AD എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3x അല്ലെ? ഈ ട്രയാംഗിൾ വെച്ച് AD എന്ന ട്രയാംഗിൾ വെച്ച് നമ്മൾ ചെയ്തപ്പോൾ AD ഈക്വൽ ടു √3x എന്ന് കിട്ടി. ഇനി മറ്റൊരു ട്രയാംഗിൾ ഉണ്ടല്ലോ അവിടെ, ADF. കൺസിഡർ ട്രയാംഗിൾ ADF. കൺസിഡർ ട്രയാംഗിൾ ADF അല്ലെ? അതിൽ നിന്നും tan 60 എടുത്താൽ tan 60 അല്ലെ? 60 അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? FD. എത്രയാണ്? DF. DF എന്ന് പറഞ്ഞാൽ എക്സും 10ഉം കൂടി ആഡ് ചെയ്തത് അല്ലെ? എക്സും ഈ എക്സും 10ഉം കൂടി ആഡ് ചെയ്തതാണ് DF. അപ്പോൾ x plus 10 ഡിവൈഡഡ് ബൈ AD. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ADക്ക് മാറ്റമുണ്ടോ? AD ആണ്. അപ്പോൾ AD എത്രയായിരിക്കും? implies AD equal to x plus 10 by tan 60. എത്രയാ tan 60? x plus 10 by tan 60 √3. tan 30 1/√3 ആണ്. tan 60 √3 ആയിരിക്കും. LHS ഈക്വൽ ആണെങ്കിൽ RHS ആയിരിക്കും ഈക്വൽ ആയിരിക്കും. അപ്പോൾ AD equal to √3x, ഇവിടെ AD equal to x plus 10 √3. അപ്പോൾ രണ്ടും കൂടി ഞാൻ ഈക്വേറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കൂ, x plus 10 by √3 equal to ഈ ഒന്നാമത്തേതും രണ്ടാമത്തേതും നോക്കിയിട്ട് x plus 10 by √3 equal to √3x. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ x plus 10 equal to √3 into √3. √3 into √3 √9. √9 എത്രയാണ്? √9 എത്രയാണ്? 3. അപ്പോൾ ഇവിടെ 3x ഉണ്ട്. അപ്പോൾ 3x ഈ പ്ലസ് x അങ്ങോട്ട് പോകുമ്പോൾ -x equal to 10. 3x minus x 2x equal to 10. x equal to 10 by 2 equal to 5. അപ്പോൾ ഈ x ന്റെ വാല്യൂ എത്ര കിട്ടി? 5 എന്ന് കിട്ടി. ഓക്കെ, x ന്റെ വാല്യൂ 5. അങ്ങനെയാണെങ്കിൽ CF എന്തായിരിക്കും? CF അല്ലേ? ആ ബിൽഡിംഗിന്റെ ഹൈറ്റ് എന്തായിരിക്കും? height of the building എത്രയായിരിക്കും? height of the building CF equal to 10 plus 5 plus 1.5. that means 16.5 meter. 16.5 meter. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. ആദ്യം ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. അതിനുശേഷം ഒരു റഫ് ഫിഗർ നിങ്ങൾ വരയ്ക്കണം. ആ റഫ് ഫിഗർ നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് നോക്കുക. അതിലുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് ഏതെല്ലാം നോക്കുക. അതിലുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് ടാൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അതിൽ ചില അറേഞ്ച്മെന്റ്സ് വരുത്തുക. ഉത്തരങ്ങൾ താനെ അതിൽ നിന്ന് വേർതിരിച്ചു കിട്ടും. ഓക്കെ, ഇത്തരത്തിൽ ബാക്കിയുള്ള 6 ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ള 4 ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ ചെയ്യുക. നേരത്തെ വിക്ടേഴ്സ് ചാനലിൽ ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. എല്ലതും കൂടി ചെയ്യുമ്പോഴേക്കും ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വളരെ വ്യക്തമാവും, വളരെ ക്ലിയർ ആവും. മറ്റ് ബുക്കുകളിലുള്ള ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ഭാഗമാണത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം വളരെ കൃത്യമായി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. കൃത്യമായിട്ട് ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഭാഗമാണ്. മാർക്ക് ഈസി ആയിട്ട് കിട്ടും. ഇത് കാൽക്കുലേഷനൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അത് ക്ലിയർ ആക്കാവുന്നതാണ്. ഓക്കെ,
പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ക്ലാസ്സിൽ 5 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തത്. ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ്സ്, ദൂരവും ഉയരവും എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രികോണമിതിയിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇത് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് നിരവധി ഇത്തരം ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ കടന്നു പോകണം. എന്നിരുന്നാൽ മാത്രമേ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് അത് പ്രസന്റ് ചെയ്യാൻ കഴിയും. പിറ്റേ ചാനലിൽ വന്ന ക്ലാസ്സിലെ സാറ് ചെയ്ത അവസാനത്തെ 3 ക്ലാസ്സിലെ ആ ചാപ്റ്ററിന്റെ 3 ക്ലാസ്സിലെ വളരെ മികച്ച രീതിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഈ ക്ലാസ്സും എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായി കണ്ട് മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു നോക്കുക. അതുപോലെ തന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്തു നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായതുകൊണ്ട് തന്നെ നിരവധി തവണ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് നിങ്ങളുടെ കയ്യിലൊതുങ്ങുള്ളൂ. ചില കാൽക്കുലേഷനും ഫിഗർ വരച്ച് ആ ഫിഗറിൽ നിന്ന് ആ ആശയത്തിലേക്കുള്ള ഒരു എത്തിപ്പെടലും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഈ ഭാഗം നിങ്ങൾ ചെയ്യുക. മറ്റൊരു കാര്യം, പാഠഭാഗങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ജനുവരി മാസത്തിൽ ആവുമ്പോഴേക്കും അതിനെ മുഴുവൻ പോർഷൻസും ഡിജിറ്റൽ ക്ലാസ്സുകൾ മുഴുവൻ തീർക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞാൽ 17-ാം തീയതി മുതൽ അധ്യാപകരോട് സ്കൂളിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ റിവിഷൻ ക്ലാസ്സുകളും മറ്റും വളരെ പെട്ടെന്ന് പരീക്ഷയിലേക്ക് എത്തും. മാർച്ച് മാസം ആകുമ്പോഴേക്ക് പരീക്ഷ തുടങ്ങും. അതുകൊണ്ട് ഒരു സമയവും നിങ്ങൾക്ക് പാഴാക്കാനില്ല. ഇനി ഇപ്പോൾ നവംബർ കഴിഞ്ഞു, ഡിസംബറിലേക്ക് എത്താനായി. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ എക്സാം ഉണ്ടാവുമെങ്കിൽ ഇനി മാസങ്ങളില്ല. അപ്പോൾ അന്ന് പഠിക്കുന്നതിന് പുറമെ ഒരു മുന്നേ പഠിച്ചതൊന്ന് പൊടി തട്ടിയെടുക്കുന്ന ഒരു ശ്രമം കൂടി നിങ്ങൾ വരുത്തണം. നോട്ടുകൾ കംപ്ലീറ്റ് ആക്കണം, കൃത്യമായി നോട്ടുകൾ കംപ്ലീറ്റ് ആക്കണം. അതുപോലെ തന്നെ നോട്ട് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രം പോരാ, ഒരു പഠനക്രമം ഉണ്ടാക്കണം, പഠനം കൃത്യമായി നടക്കണം. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മാർക്ക് SLC എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു സ്ഥലമാണ് നിങ്ങളെ ജീവിതത്തിൽ. ആ സ്ഥലത്ത് നിങ്ങൾ പാളിക്കൂടാ. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളുടെ രക്ഷിതാക്കളും അധ്യാപകരും മറ്റും ഒക്കെ നിങ്ങളോട് കാര്യം പറയും. ചിലപ്പോൾ നിങ്ങൾക്കൊരു ദേഷ്യമോ ഒരു വൈമനസ്യമോ ഒക്കെ തോന്നും കാര്യങ്ങൾ ചെയ്യാനൊക്കെ. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ഭാവിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഭാവിയിൽ കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ചെയ്ത, അതിന് മുമ്പത്തെ വർഷം പാസ് ഔട്ട് ചെയ്ത കുട്ടികളുടെ SLC സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സർട്ടിഫിക്കറ്റും ഭാവിയിൽ ഒരാൾക്ക് മുമ്പിൽ ഇൻ്റർവ്യൂവിനോ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, എന്തെങ്കിലും അവർ നോക്കുകയാണെങ്കിൽ ഒരേപോലെയാണ് അത് വാല്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊറോണ ആയിരുന്നു അതുകൊണ്ട് മാർക്ക് കുറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് അവിടെ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരുപാട് നല്ല മികച്ച ഡിജിറ്റൽ ക്ലാസ്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് വീണ്ടും കാണുക. നിങ്ങളുടെ മനസ്സാണ് ഇതിന് വേണ്ടത്. ആ മനസ്സൊരുക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 10ാം ക്ലാസ്സിലെ മികച്ച വിജയത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.